ഞാൻ ചോറ് കഴിക്കാതിരിക്കുക. ഇഷ്ടംപോലെ കറിയുണ്ട്. ഇത് ഇത്രയും കറിയുണ്ട്. 2 കറി കേട്ടോ. ഇത് പാവയ്ക്ക തോരൻ. ഇത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വരട്ടിയെടുത്ത പുളി ഇഞ്ചി. വാവ്, എന്നാ ടേസ്റ്റാ. നിങ്ങൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള 10-50 കൂട്ടം കറിയൊക്കെ കൂട്ടി കഴിക്കുന്ന ആ ചോറൂണിലല്ലേ 2 കറിയേ ഉള്ളൂ. ഇതിലും ഉണ്ടല്ലോ അതൊക്കെ കൂട്ടി കഴിക്കുന്ന ചോറ് കഴിക്കലല്ലേ നിങ്ങൾക്കിഷ്ടം. ഇതൊന്ന് കണ്ടു നോക്ക്, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. കഴിക്കട്ടെ. പുളി വാടിപ്പുളി നല്ല മധുരവും പുളിയും ഇഞ്ചി വറുത്തരച്ചതിൻ്റെ ആ ഒരു ഇതും നമ്മുടെ അത്യാവശ്യം തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ കോവയ്ക്ക തോരൻ. മുളക് അന്യായ എരിവ. ഒന്ന് കടിച്ചു വെച്ചാലോ. എനിക്ക് പറ്റില്ല എരിഞ്ഞാളെ. പറ്റിച്ചേ, പഴുത്ത കോവയ്ക്കായിരുന്നേ. ഇത് മുളകായിരുന്നു. ഇപ്പം ചകിരി മാത്രം കോക്കറി കുത്താൻ തന്നെ കാണിക്കുവാണ്. ഇച്ചിരി ചോറ് കഴിക്കാനാണെന്ന്. ഇച്ചിരി എക്സ്പ്രഷനൊക്കെ ഇടണമെന്നേ. പുളി കഴിഞ്ഞിട്ട് ഇറങ്ങിയുള്ളൂ. മുടി ശരിക്കും തോർന്നില്ലെന്ന് തോന്നുന്നു. കുളി കഴിഞ്ഞ് ഉടനെ തിന്നാൻ വേണ്ടി കയറി. ചോറ് കഴിക്കുന്നത് നല്ല രീതിയിലായിട്ടുണ്ടെങ്കിൽ 2 കറിയുള്ളെങ്കിലും നല്ല രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് അപ്പോഴേ ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്നതാണ്. ഇപ്പം നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് വരുമെന്നാന്ന് അറിയത്തില്ല. ഇന്നാളെ തന്നെ 2-3 പേരെ നമ്മൾ ലൈവല്ല നമ്മൾ ശരിക്കും വീട്ടിലിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലർ ഇങ്ങനെ ചെയ്യല്ലെന്ന് പറഞ്ഞേ. അതാ ഞാൻ അഡ്വാൻസ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലല്ലോ. ആട്ടെ, നിങ്ങൾ എന്നാ ഫുഡ് കഴിച്ചേ? ചോറ് കഴിച്ചോ? ചോറിന് എന്നാന്ന് കറി? അതോ മട്ടനും എന്താ ബിരിയാണിയൊക്കെ ആയിരുന്നു, നെയ്ച്ചോറും. നിങ്ങൾക്കിന്ന് സ്പെഷ്യൽ എന്നായിരുന്നു? ഞാൻ ചെടി നിന്നായിരിക്കും നടുവിനെ എടുക്കുക.
നിങ്ങളെ എന്താണ് ഇന്ന് വൈകുന്നേരം ചോറ് കഴിച്ചേ, എന്നൊക്കെ കറി ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ കേട്ടോ. ചുമ്മാ കുറേ പേർക്ക് ബോറടിച്ച് കാണും, നല്ല തെറി പറയാനൊക്കെ തോന്നിക്കാണും. എങ്കിലും പാവല്ലേ ഞാൻ, ക്ഷമിക്ക്. ഓക്കെ, ബൈ ബൈ.